ഈ സോണിയാഗാന്ധിക്കെതിരെയും ബി.ജെ.പി. ആരോപണം ഉന്നയിക്കുന്നുണ്ടല്ലോ. അതായത് പൗരത്വം ലഭിക്കുന്നതിന് മുമ്പ് വോട്ടർ പട്ടികയിൽ പേര് ലഭിച്ചു എന്നാണ് ആരോപണം. എന്താണ് ഈ ആരോപണത്തിന്റെ അടിസ്ഥാനം? അനിഷ, ഈ ഒരു ആരോപണമാണ് ഇന്ന് ബി.ജെ.പി. ആദ്യം പറഞ്ഞത്. അതിന് പിന്നാലെയായിരുന്നു അനുരാഗ് സിംഗ് ഠാക്കൂർ വാർത്താസമ്മേളനം നടത്തിയത്. സോണിയാഗാന്ധിക്ക് ഇന്ത്യൻ പൗരത്വം ലഭിക്കുന്നത് 1983 എന്നാണ് രേഖകൾ പറയുന്നത്. എന്നാൽ 1980 3 വർഷത്തിന് മുമ്പ് സോണിയാഗാന്ധിയുടെ പേര് വോട്ടർ പട്ടികയിൽ ഉണ്ടായി എന്നാണ് ബി.ജെ.പി. ഇപ്പോൾ പറയുന്നത്. അതുമായി ബന്ധപ്പെട്ടുള്ള ചില രേഖകൾ, ഇലക്ടറൽ റോൾ ഉൾപ്പെടെ ബി.ജെ.പിയുടെ നേതാക്കൾ ഇപ്പോൾ പുറത്തുവിടുകയും ചെയ്തിട്ടുണ്ട്. ഈ രേഖ പുറത്തുവിട്ടുകൊണ്ടാണ് ഇത്തരമൊരു ആരോപണം ബി.ജെ.പി. ഉന്നയിച്ചിരിക്കുന്നത്. 1980 വോട്ടർ പട്ടികയിൽ എങ്ങനെയാണ് സോണിയാഗാന്ധിക്ക് പേര് ചേർക്കാൻ സാധിക്കുക? 1983 സോണിയാഗാന്ധിക്ക് ഇന്ത്യൻ പൗരത്വം ലഭിച്ചത്. അതിനു മുമ്പ് ഇറ്റാലിയൻ പൗരത്വമായിരുന്നു സോണിയാഗാന്ധിക്ക് ഉണ്ടായിരുന്നത്. ഇറ്റാലിയൻ പൗരത്വം ഉണ്ടായിരുന്ന ഒരു വ്യക്തിക്ക് എങ്ങനെ ഇന്ത്യൻ തെരഞ്ഞെടുപ്പിന്റെ ഭാഗമാകാൻ സാധിക്കും? വോട്ടർ പട്ടികയിൽ എങ്ങനെ സോണിയാഗാന്ധിക്ക് പേര് ചേർക്കാൻ സാധിക്കും? ഇതിൽ വലിയ ക്രമക്കേടുകൾ നടന്നിട്ടുണ്ട് എന്നുള്ളൊരു ആരോപണം ഈ വിഷയവുമായി ബന്ധപ്പെട്ടും ഇപ്പോൾ ബി.ജെ.പി. ഉയർത്തിയിട്ടുണ്ട്. രാഹുൽ ഗാന്ധി ഒരു വശത്ത് ബി.ജെ.പിയെ കടന്നാക്രമിക്കുന്നതിനിടയിലാണ് കോൺഗ്രസിനെ ഇത്തരത്തിൽ, പ്രത്യേകിച്ച് സോണിയാഗാന്ധിയെ തന്നെ ലക്ഷ്യം വെച്ചുകൊണ്ട് 1980 വോട്ടർ പട്ടികയിൽ പേര് ചേർത്തു എന്നുള്ളൊരു കാര്യം ബി.ജെ.പി. ഇപ്പോൾ പറയുന്നത്. ഇത് വലിയ പ്രചരണമാക്കാൻ തന്നെയാണ് ബി.ജെ.പി. തീരുമാനിച്ചിരിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ടുള്ള കൂടുതൽ ബി.ജെ.പി. നേതാക്കളുടെ പ്രതികരണം ഉൾപ്പെടെ ഇപ്പോൾ പുറത്തുവരികയും ചെയ്തിട്ടുണ്ട്. എന്നാൽ കോൺഗ്രസ് നേതാക്കൾ ആരും ഈ വിഷയത്തിലും ഒരു തരത്തിലുള്ള പ്രതികരണവും ഇതുവരെയും നടത്തിയിട്ടില്ല.